അൻവർ ഇല്ലാതെ തന്നെ ഞങ്ങൾ ജയിച്ചിരിക്കല്ലേ. ചർച്ച ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? ഹൂ ടോൾഡ് യു? ഞാൻ ചില സന്ദർഭങ്ങളിൽ ചോദിക്കുന്ന ഒരു വാക്കാണ്. എന്തോ ഇല്ല. ഇന്നലെ മുനീർ സാഹിബ് ഉണ്ടായിരുന്നു, കുഞ്ഞാലൂർ സാഹിബ് ഉണ്ടായിരുന്നു, അതുപോലെ മറ്റു നേതാക്കന്മാർ PMA സലാം ഉണ്ടായിരുന്നു, മജീദ് സാഹിബ് ഉണ്ടായിരുന്നു. അവരാരും ഉന്നയിച്ചിട്ടില്ല. ഇപ്പം ഞങ്ങൾ ഈ മുന്നണി വളരെ ശക്തമാണ്. നിലമ്പൂർ ഉൾപ്പെടെ സുശക്തമാണ്. മലപ്പുറം ജില്ലയിൽ കൂടുതൽ ശക്തമാണ്. അതിലെ തർക്കങ്ങളൊക്കെ ഒഴിവാക്കി മന്ത്രി എല്ലാ പരാതിയും പ്രശ്നങ്ങളുള്ളവരെ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ പരിഹരിച്ചു പോകണം. UDFന്റെ അടിത്തറ വിപുലീകരിക്കുക, ജനപിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ നിലമ്പൂരിൽ കണ്ടത്. UDF ജയിച്ചല്ലോ, LDFന്റെ ഒരു സീറ്റിലേക്ക് വന്ന് നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചില്ലേ. ഞങ്ങളെല്ലാവരും കൃത്യമായി പറഞ്ഞ 10,000 വോട്ടാ കേട്ടോ. മാധ്യമങ്ങളോട്, അവിടെ വർക്ക് ചെയ്ത മാധ്യമ സുഹൃത്തുക്കളോടും ഞാനും പ്രതിപക്ഷ നേതാവും അനിൽകുമാർ ചാർജ് ഉണ്ടായിരുന്നവരും വന്നവരെല്ലാം, പ്രവർത്തിക്കാൻ വന്നവരെല്ലാം പറഞ്ഞത് 10,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന. ഞങ്ങളെ കാൽക്കുലേഷൻ ശരിയായി. ഇടതുപക്ഷം എന്തെല്ലാം ചെയ്തു? നേരത്തെ വിഷ്ണുനാഥ് അവിടെ യോഗത്തിൽ അത് സമർത്ഥിക്കുകയായിരുന്നു, ബോധ്യപ്പെടുത്തുകയായിരുന്നു. മുഖ്യമന്ത്രി എത്ര ദിവസം അവിടെ ക്യാമ്പ് ചെയ്തു? മന്ത്രിമാരെല്ലാം എന്തെല്ലാം ഭരണ സൗകര്യങ്ങൾ അവിടെ ഉപയോഗപ്പെടുത്തി. പക്ഷേ ജനങ്ങളുടെ പിന്തുണയിൽ UDFന് ജയിക്കാൻ സാധിച്ചു. ആ ജനപിന്തുണ വിപുലീകരിക്കുക, അതാണ് ഞങ്ങളുടെ ടാർഗറ്റ്. കോൺഗ്രസിന്റെ ജയം നിങ്ങളെല്ലാവരും സമ്മതിച്ചു തരുന്നതിൽ ഞങ്ങൾക്ക് പ്രത്യേകം നന്ദിയുണ്ട്. 26-ൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന് മാധ്യമങ്ങളും ഞങ്ങളുടെ എതിരാളികൾ പോലും സമ്മതിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് തീരുമാനിക്കുന്ന കോൺഗ്രസിന്റെ ഒരു ശൈലിയുണ്ട്. ഉമ്മൻചാണ്ടിയെ തീരുമാനിച്ച ഒരു ശൈലിയുണ്ട്. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവായിട്ട് തീരുമാനിച്ച ഒരു ശൈലിയുണ്ട്. VD സതീശനെ പാർലമെന്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുത്ത ഒരു ശൈലിയുണ്ട്. അത് MLA-മാരുടെ ഒപ്പീനിയൻ ചോദിക്കും, ഹൈക്കമാൻഡ് അവസാന തീരുമാനം എടുക്കും. അതെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അംഗീകരിക്കും. ദാറ്റ് വിൽ ബി റിപ്പോർട്ടഡ് ഇൻ 2026 ഓൾസോ. ഒരയോഗ്യത ഇപ്പോൾ ആർക്കില്ലല്ലോ. എനിക്കും അയോഗ്യതയില്ല, വിഷ്ണുനാഥനും ഇല്ല, വാഴക്കനുമില്ല. ആർക്കാ യോഗ്യത? ഒരിക്കലും പ്രഖ്യാപിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. കോൺഗ്രസിനായ ശൈലിയില്ല മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന. കർണാടകത്തിൽ നമുക്കറിയാലോ, സിദ്ധരാമയ്യയും അതുപോലെ തന്നെ DK ബന്ദില്ലേ. എന്താ യോഗ്യത? സതീശൻ എന്താ യോഗ്യത?